പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പോസ്തലന്മാർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. യേശു പറയുന്നുണ്ട്, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നതും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നതിന് വേണ്ടി തന്നെ. യേശുവിനെ സ്വാഗതം ചെയ്യുന്ന ആളുകളിലേക്കും സ്ഥലങ്ങളിലോട്ടും യേശു ആദ്യം വിടുന്നുണ്ട്. കാരണം നമ്മൾക്ക് തന്നെ അറിയാവുന്നതുപോലെ അനേകർ മനസ്സിലാണെങ്കിലും യേശുവിനെ പൂജിക്കുന്നവരുണ്ട്. യേശു പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സമരിയയിൽ പോകണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം യേശുവില് വിശ്വസിക്കുന്ന ജനത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. എന്നാൽ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസിനോട് പോലും വചനം പ്രഘോഷിക്കുമ്പോൾ അവർക്ക് ശ്രവിക്കുവാനായിട്ട് സമയമില്ല. അവർ നമ്മുടെ മുൻപിലിരിക്കുന്നുവെങ്കിലും പോലും നമ്മൾ വചനം പങ്കുവെക്കുമ്പോൾ അവർക്ക് നീരസം തോന്നുന്നു. അവർക്കെല്ലാം അറിയാമെന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പിന്നെ നമ്മുടെ അനുഭവങ്ങളും വചനവും ഒക്കെ പങ്കുവെക്കുവാനായിട്ട് അവിടെ തടസ്സമുണ്ടാകുന്നുണ്ട്. വചനം പങ്കുവെക്കുന്നതിൽ നാം മടി കൂടാതെ ചെയ്യാം. മാത്രമല്ല, അനേകർക്ക് വചനം എത്തിച്ചു കൊടുക്കുന്നതിന് നമ്മൾ വാതിലുകൾ തുറക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.